ഹലോ ഒന്നുമില്ല. എന്താ അസുഖം? തലകറക്കം, ഹാർട്ട് അറ്റാക്ക്, ഗ്യാസ് ട്രബിൾ അങ്ങനെ എന്തെങ്കിലും? അറിഞ്ഞിട്ട് എന്ത് വേണം? അത് കൊള്ളാം. വിളിച്ചു വരുത്തിട്ട് അറിഞ്ഞിട്ട് എന്ത് വേണമെന്നോ? വിളിച്ചു വരുത്തിയോ? ആര്? രാവിലെ തന്നെ പേടിപ്പിക്കാതെ. KLT 7626 തന്നെയല്ലേ ഇത്? ആണെങ്കിൽ ഒന്ന് നന്നാക്കാന്ന് കരുതി വന്നതാ. Are you a mechanic? അതെ. Oh my God. My God. I'm not able to believe this. ഞാൻ ഒരുപാട് മെക്കാനിക്കിനെ കണ്ടിട്ടുണ്ട് in Canada. But I never met a man like you. Are you very sure that you're sufficiently trained to be a mechanic? ഇല്ല, ഞാനിപ്പോ ജനിച്ചേ ഉള്ളൂ. അതെ, ആഷ്പുഷ് ഡയലോഗ് എന്ന് പറഞ്ഞ എന്നെ വരട്ടാൻ നോക്കണ്ട. കാനഡയിലൊന്നും പോയിട്ടില്ലെങ്കിലും 3-4 കൊല്ലം കോളേജ് കിടന്ന് കിളിക്കുത്ത് കഴിഞ്ഞിട്ടാ ഞാൻ സ്പാൻഡർ ഗോപ്പക്കെട്ടങ്ങ് ഇറങ്ങിയത്. നല്ല അസലായിട്ട് ട്രെയിനിങ്ങും കിട്ടിയിട്ടുണ്ട്. ഡോണ്ട് പ്ലേ ജാവ ടു മീ. സന്ധ്യ ആവണതിന് മുമ്പ് കുടുംബത്തെത്തണമെങ്കിൽ അവിടെ ഇറങ്ങി ഒതുക്കി മാറിക്കിടി പെണ്ണേ. എന്താ പെണ്ണല്ലേ? അറിയാവുന്നതല്ലേ മാറാൻ പറഞ്ഞേ? തുപ്പി ആര്? വെല്ലി ചുണ്ട് ഒടിച്ചു കളയും ഞാൻ. മാനേഴ്സ് അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ട് വേണം. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാ ബെഞ്ചമിൻ സാർ പറഞ്ഞോണ്ട് വന്നാ. അല്ലാണ്ട് ജാമ്പാന്റെ കാലത്തുള്ള വണ്ടി പണിയെന്ന് ഞാൻ വഴിപാട് നടന്നിട്ടൊന്നുമില്ല. ഇതെന്താ വൈപ്പറൊന്നുള്ളോ? നന്നാക്കണോ ഈ പാട്ട് വണ്ടി? എക്സ്ക്യൂസ് മീ, ഇപ്പൊ ചുണ്ടുകൊണ്ട് അങ്ങനെ എന്താ കാണിച്ചില്ലേ? വല്ലതും പറഞ്ഞാണോ? ഇത് നന്നാക്കാൻ ഒരുപാട് സമയം എടുക്കും. മാറി നിന്ന് ചവച്ചോളൂ. കുറച്ച് കുതിരച്ചാണോടെ മിക്സ് ചെയ്തോളൂ. എന്റെ മുത്തച്ഛനും ഈ വണ്ടിക്ക് ഒരേ പ്രായ. പുള്ളിയും കിടപ്പായി, വണ്ടിയും കിടപ്പായി. ഇതിന് ഹാർട്ടിൽ ലിവറൊന്നും ഇല്ലേ? കിഡ്നി വളരെ വീക്കാണ്. ഓ മൈ ഗോഡ്, ബ്ലഡ് ഇല്ലേ? MBBS ഡോക്ടറാണ് ഭാവം. എന്തെങ്കിലും ഒഴിഞ്ഞോ? വേഗം ഒന്ന് നന്നാക്കാൻ പറഞ്ഞതാ. ഓ മോള് കാറില് കാറ് മോളിൽ നിന്ന് വണ്ടി എന്തോ കേടായും തോന്നി. വർക്ക്ഷോപ്പ് പണിക്കാരനെ പോലെ ഒരുത്തരുണ്ട്. നമുക്കങ്ങോട്ട് മാറി നിൽക്കാം. ഇനി ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ. അപ്പോ വർക്ക്ഷോപ്പുകാരൻ രണ്ടും ക്ലോസ്. കാണാൻ ആള് സുന്ദരിയാ, പക്ഷെ സ്വഭാവമാണ് വെടക്ക്. വയറുടക്കി കിടക്കാന്ന് പറഞ്ഞ. എക്സ്ക്യൂസ് മീ, എന്താ പേര്? എന്താ പേരെന്നാളും അറിഞ്ഞാലേ നന്നാക്കാൻ പറ്റുള്ളൂ. ഹേ, അങ്ങനെയൊന്നുമില്ല. എന്താ പേരില്ലേ? പേരിടാൻ പ്രായമായില്ലേവോ? ബോംബ് ചീറ്റി പോവാ. തെണ്ടിത്തരം പറയാതെ 2 മിനിറ്റിനകം പൊട്ടും. ഇതിനകത്ത് ആര് ടൈം പീസ് കൊണ്ടെന്ന് വെച്ചിരിക്കണേ? ഇവിടെ ആര് കാണാൻ? പൂർണ്ണാന്ന് തോന്നുന്നു. ആ, ഇതിനകത്ത് സമയം തെറ്റാണല്ലോ. ഇനി ഇതും ഞാൻ തന്നെ നന്നാക്കണായിരിക്കും. മരണം അവർക്കുള്ളതാകട്ടെ. ആമേൻ. ആ, സ്റ്റാർട്ട് ചെയ്തോ. ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹലോ കാനഡ, ഒന്ന് നിർത്ത്. എന്റെ ടൂൾസ്, അയ്യോ ഞാൻ പണിയെടുത്ത കാശില്ല, ടൂൾസ് ഇല്ല. ഹലോ ഒന്ന് നിർത്ത്, എന്റെ ബാഗ്, ടൂൾസ്. എടി വെള്ളപ്പാറ്റേ, നിന്നെ എടുത്തോളാം. എന്തെങ്കിലും എന്റെ കൈ കിട്ടും. അവളുടെ അമ്മൂടെ ടൈം പീസ്. കിളികളെ, ഫുഡ് കഴിക്കൂ. ഈ കുട്ടിയുടെ മുഖം കണ്ടിട്ട് ബോംബ് വെക്കാൻ തോന്നിയില്ലോടാ. മുഖത്ത് നോക്കിയിട്ടാണ് ആൾക്കാർ ബോംബ് വെക്കണത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ വണ്ടിയിൽ ബോംബ് വെച്ച ആൾക്കാർ തീരെ ശരിയല്ല. ശരിയല്ല എന്നുള്ളത് ഉറപ്പല്ലേ? ഇവളുടെ പേരെങ്കിലും അറിയാതെ നീ പോന്നത് തീരെ ശരിയായില്ല. അതിനാ കുതിര ചാടാതെ അവിടെ ഒന്ന് അടങ്ങി നിക്കണ്ടേ? ഇതാണ് പറഞ്ഞ എവിടെങ്കിലും പോകുമ്പോ തനിച്ചു പോലെ എന്നെ കൂടി കൊണ്ടുപോകാൻ പറഞ്ഞത്.
ഞാനായിരുന്നെങ്കിൽ ഇവളുടെ ഇടവക പള്ളിയും മാമോദീശ കണക്ക് അറിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ. എന്തോ ഇടവകപ്പള്ളിയോ? പിന്നല്ലാതെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ നല്ലൊരു നസ്രാണി കുട്ടിയാണെന്ന്? കണ്ടാലൊരു കാര എന്നൊക്കെ പറയണ പോലെ. അയ്യടാ അവന്റെ ഒരു പ്ലാര. മുഖശ്രീ കണ്ടാലറിയാം ആനയും അമ്പാരിയുമുള്ള ഒരു നായർ തറവാട്ടിലെ ഒരു നായർ കുട്ടിയാണ്. ഒരു ഇന്ദിര. ഇന്ദു പ്രസാദ്. ഇന്ദു പ്രസാദ് എന്നൊക്കെ പറഞ്ഞ നല്ല ചേർച്ച ഉണ്ടല്ലോടാ ഫ്രണ്ടി. എന്താ ക്ലാര ഫ്രെഡി വല്ല ചോർച്ചയുണ്ടോ? ഇന്ദു പ്രസാദ് ആണ് നല്ലത്. ക്ലാര ഫ്രെഡി, ഇന്ദു പ്രസാദ്, ക്ലാര ഫ്രെഡി, ഇന്ദു പ്രസാദ്, ക്ലാര ഫ്രെഡി, ഇന്ദു പ്രസാദ്. ഒരു പട്ടി. ആഹാ, പട്ടി പ്രസാദ്. എന്ത് നല്ല പ്രാസം. വിളിക്കാൻ പ്രയാസം. ഹായ്, നല്ല രസം. ഡാഡി, ഇതാണ് എന്റെ മമ്മി. ഇതാണ് മോളുടെ മമ്മി. അങ്ങളെ എന്റെ മമ്മിയെ കണ്ടോ? നല്ല മമ്മി. ഞാനൊരു ഉമ്മ കൊടുക്കട്ടെ? ഉമ്മ. ഡാഡി, ഞാൻ നമ്മുടെ ഫോട്ടോയിൽ വെച്ചോട്ടെ? ഓ, മോള് കൊണ്ടുപോയി ഡാഡി ഫ്രെഡി ഞങ്ങൾ ഇരിക്കുന്ന ഫോട്ടോ ഇല്ലേ, അതിൽ ഫ്രെഡി ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് കീറിക്കളഞ്ഞ് അവിടെ മമ്മിയുടെ ഫോട്ടോ എടുത്ത് നോക്കിയേ. ഹായ്, നല്ല ഡാഡി. ഡാഡി മമ്മിക്ക് ഒരു കൊടുക്കട്ടെ. ഞാൻ വെക്കും ഉമ്മ. കുറുമ്പിയ നീ, കുറുമ്പിയ. നല്ല അടി കിട്ടും, അടി കിട്ടും. വീട്ടിലെ ഞാൻ ഉമ്മാക്കും. ഇനി ഞാൻ ഉമ്മാക്കും. എന്നെ ഉമ്മാക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ, ആമേൻ. വീട്ടിലെ ഞാൻ വിടമാട്ടേ, വിടമാട്ടെ, ഉന്നേ വിടമാട്ടെ. പ്രസാദ്. പ്രസാദല്ല, നിന്റെ പ്രസാദേട്ടൻ. എന്താ ഡാഡി? ഒന്നില്ല കേട്ടാ, ഡാഡിയുടെ മേത്ത് നാഗവല്ലിയുടെ ഒരു അല്ലി കൂടിയതാ. അതുകൂടി എടുത്തു വെക്കണം. മോളറിയിക്കോട്ടാ. എനിക്കിത് കാണാൻ വയ്യ. അങ്കിൾ, ഡാഡി താഴെ പോയി. നമുക്ക് നാളെ രാവിലെ പറക്കി എടുക്കാട്ടാ. ഗുഡ് നൈറ്റ്. ഇന്ദു. ജന്തു? ജന്തു അല്ല, ഇന്ദു. ഞാൻ പറഞ്ഞില്ലേ, കനേഡിയൻ സുന്ദരി. നീ ഒരു കാര്യം ചെയ്യ്, അല്ലെങ്കിൽ വേണ്ട, നീ ഒരു കാര്യം ചെയ്യണ്ട. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ആ ബോംബിന്റെ കാര്യം പറഞ്ഞിട്ട് വരാം. ഓക്കെ? കിടക്കുന്ന അവിടെ വണ്ടി 1 മണിക്കൂറിനുള്ളിൽ ഈ കോംപ്ലക്സ് മുഴുവൻ പൊട്ടിത്തകരാൻ ശക്തിയുള്ള ഒരു മീറ്റർ ബോംബാണ് ഈ ബാഗിലുള്ളത്. കാര്യം ഇവിടെ കൊണ്ടു വെച്ചാൽ. Yes, I am sorry. ഞാൻ അന്വേഷിച്ചു നടക്കായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിരുന്നു. കുറച്ച് സീക്രട്ടാ. സീക്രട്ടോ? മനസ്സിലായി. അതിന് വേറെ ആളെ നോക്ക്. അല്ല, എന്നെ തെറ്റിദ്ധരിക്കരുത്. ശരിയായിട്ട് തന്നെ ധരിച്ചിരിക്കുന്നത്. തന്റെ ഈ വേഷം കിട്ടുന്ന എന്റെ അടുത്ത് വേണ്ട. പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഡോണ്ട് പ്ലേ റൊമാൻസ് ടു മീ. അല്ല, എന്തായി? പറയാൻ പറ്റില്ല. ഞാനെന്തോ ലൈൻ അടിക്കാൻ ചെന്നു അവളുടെ വിചാരം. അതേലോ, മനസ്സിൽ ഇത്തിരി ലൈൻ ഉണ്ടല്ലോ. എന്താ നോക്കണേ? എന്ത് ഞാൻ പറഞ്ഞ ശരിയല്ലേ? അല്ലെങ്കിൽ പിന്നെ ആരാണ് എന്താണെന്ന് അറിയാത്തൊരു പെൺകുട്ടിയുടെ അടുത്ത് എന്തിനാ നിനക്ക് ഇത്ര പേർക്ക് സിമ്പതി? അതൊരു ജീവന അപകടത്തിൽ പറഞ്ഞാന്ന് വിചാരിച്ചിട്ടാ. അയ്യോ, ഒരു പുണ്യാളച്ചൻ. ബോംബ് പൊട്ടി ചാകാരന് വിജയെങ്കിൽ നമുക്ക് തടക്കാൻ പറ്റില്ലടാ. നോക്കിയൻ, അറിയാത്ത പിള്ളിക്ക് ചൊറിയും പറയും. നീ ഇവിടെ കുറുകിയെ കണ്ടിറങ്ങി വാ. നീ അങ്ങോട്ട് നോക്കി. അയ്യോ, അതെന്തത്? തല തപ്പണതാണോ? അയ്യോ, എന്താണ് ഇതിനകത്ത്? ഒരു ബോംബ് നോക്കാൻ വന്ന. ബോംബാ? എന്താ? അവൻ പോയി. നീ ബോംബ് എടുക്ക്. അമ്മേ, ബോംബ്! ഒരു ബോംബൻ ബ്രദറിനെ കണ്ടോ? എന്നെ ഓടിച്ചു വരുന്ന കാര്യം ഞാൻ പറഞ്ഞേക്കാം.
അവിടെ നിൽക്കാൻ. ചേട്ടാ ഒരു ബോംബ് വയ്ക്കുന്ന ആളുകൾ വന്നോ? ഇല്ലേ? ഹായ്. ഇവിടെ ചേട്ടാ അതാ ബാഗ്. ഇതിവിടെ വെച്ചിട്ട് പോയാലേ കള്ളന്മാരൊക്കെ ഉള്ള സ്ഥലമാ. ചേട്ടോ ബാഗ്. ചേട്ടോ എന്നാ ബാഗ്. വേണ്ട, ചെവി കേൾക്കൂലേ? വേണ്ട, എന്നാ ബാഗ്. ബോംബ് വെച്ചിട്ടുള്ള കല്യാണം കണ്ടേ? പിന്നെയും പെട്ടു. അച്ഛനെ ഒരു ബോംബ് ആയിട്ട് പോണാണ്ട. ഈ ബോംബ് വെച്ച് ഈ പിന്നെ എവിടെ പോയിരിക്കണത് അറിയില്ല. അതിപ്പോ പൊട്ടു. എനിക്കിവിടെ പോണം. ഒരു ബാഗ് ഒക്കെ ആയിട്ട് ആ വൃത്തിയേട്ട കുള്ളൻ, ആ. കറുത്ത കണ്ണട വെച്ചവൻ. ആ എന്റെ അച്ഛൻ എന്നെ കണ്ട അറിയാൻ പാടില്ലേ? എനിക്ക് എന്താ കാണിക്കുന്നത്? അത് പെണ്ണല്ല, പ്രതിമയാ. കാലത്ത് ഇറങ്ങിയുള്ള എടുത്തമാര് ഒരു പെണ്ണിന്റെ പ്രതിമയെ പോലും വെറുതെ വിളിന്ന് പറഞ്ഞേ. സോറി. തന്റെ ഒരു സോറി. Sorry. ഓടും. Take it easy. Okay, bye. I'm sorry. പെണ്ണി എവിടെ പോയി തപ്പി ബോംബാറ്റം പൊട്ടി എന്റെ കൂളിംഗ് ഗ്ലാസ് പോലെ ദൈവമേ. ആരാണ് പറയുന്നത്? നമസ്കാരം. ഹായ്. ഇതൊന്ന് പിടിക്കോ? മൂത്രം ഒഴിക്കാനാ. Oh, take your own time. കൊറേ ഉണ്ടേ Okay. മൂത്രം. രക്ഷപ്പെട്ടു. അവിടെ പൊട്ടിക്കോളും. ഇയാക്കുന്ന തലയില്ലേ? ഫ്രെഡി, എന്താണത്? അയ്യേ, ബോംബിന്റെ ഇടയിൽ ഈ പണി. അവർ രക്ഷപ്പെടുമോ? എന്താടാ ബോംബ് പൊട്ടി? ബോംബ് മിസ്സായി. മിസ്സാകാൻ വഴിയില്ല. ഒരു ബാഗിലിട്ടല്ലോ. ബോംബ്. വാതിൽ മാറിപ്പോയ. ഇപ്രാവശ്യം ബോംബ് മിസ്സായല്ലോ സാർ. ഇതാണ് മിസ്സിംഗ് ബോംബ് ഓപ്പറേഷൻ. ആ നമ്മൾ വളരെ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു. അവൾക്കത് വിധിച്ചിട്ടില്ല. ബാക്കിയുള്ളവർക്ക് കിട്ടും. റെഡി വിട്ടോടോ.